ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളെ ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് നമ്മളെ ഹോം ടൂർ കാണാം. ഹോം ടൂർ എന്ന് പറയുമ്പം ഹസ്ബൻഡ് വീട്ടിലെ ഹോം ടൂറാണ് ഗൈസ്. അപ്പം നമ്മളിപ്പോൾ മുറ്റത്താണുള്ളത്. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. അല്ല, അതിന് മുന്നേ മുറ്റത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ മുമ്പ് കൂടിയുള്ള റോഡ്. നേരെ അങ്ങാടിയിൽ നിന്ന് വരുന്ന റോഡാണ്. അതിലെങ്ങോട്ടും അങ്ങാടിയിൽ നിന്ന് വരാം. അപ്പം മുമ്പിൽ തന്നെ മതിൽമേൽ നമുക്ക് കുറച്ച് ചെടികൾ കാണാം. ചെടികളൊക്കെ ഞാൻ നട്ടതല്ല, എൻ്റെ നാത്തു നട്ടതാണ്. കുറേ ഉണ്ടായിരുന്നു. ഫുള്ള് ബാൽക്കണിയിലായിരുന്നു. പിന്നെ വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ഇങ്ങോട്ട് ഇറക്കി കുറേയൊക്കെ നാത്തൂൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി മതിൽമേൽ വെച്ചിട്ട് ഫുള്ള് മഴയായിട്ട് ഇങ്ങനെ പൂപ്പൽ പോലെ ആവുന്നുണ്ട്. ഇതൊക്കെ എന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല. അവിടെ നല്ലൊരു മഞ്ഞ റോസ് ഉണ്ട് ഗൈസ്. നമ്മളെ വണ്ടിയൊക്കെ അവിടെയാണ് നിർത്തി വെച്ചത്. ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ചെക്കി വെച്ചിക്കണ്. നമുക്ക് രണ്ട് സൈഡിൽ മുറ്റം കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ അടിച്ചു തരാൻ കുറച്ചേ ഉണ്ടാവുള്ളൂ സമാധാനം. പണ്ട് പോലെയല്ല അടിച്ചു തരുന്ന സമയത്ത് ഞാൻ പറയുന്നത്. പുയ്യാപ്പിലാണെങ്കിലും കുറച്ചേ മുറ്റം ഉണ്ടാകാവുകയെന്ന് ആ പഠിച്ചോൻ കേട്ട്. പിന്നെ നേരെ ഇപ്പുറത്തും നമുക്ക് കുറച്ച് ചെടികൾ കാണാം. ഇവിടെ ഞങ്ങൾക്ക് ഒരു ബട്ടർ ഉണ്ടായിരുന്നു, കൊക്കോ ഉണ്ടായിരുന്നു, പേരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം വീടുണ്ടാക്കുന്ന സമയത്ത് പൊളിക്കേണ്ടി വന്നേ. ഇതാണ് പുറത്തെ ഭാഗം. നമുക്ക് നേരെ ഉള്ളിൽ കയറാം. പിന്നെ എന്തെങ്കിലും പറയാന്നേ, അതേ കയറുമ്പോൾ നമ്മളെ സിറ്റ് ഔട്ടിൽ രണ്ട് ചെയറും അതിൽ ഒന്നിൽ നമുക്ക് നമ്മളെ പാത്തുമ്മച്ചിനെയും കാണാൻ പറ്റും. പാത്തുമ്മച്ചി ഇങ്ങനെ പാത്തുമ്മച്ചി ഇന്ന് നമ്മളെ യൂട്യൂബിൽ നമ്മളെ പൊര കുറ്റൂശ. അപ്പൊ നമ്മളെ യൂട്യൂബിൽ ആൾക്കാർ നമ്മളെ പൊര കാണിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളെ കുറ്റൂശൊക്കെ എല്ലാവരും കാണട്ടല്ലേ പോരാ. അല്ലേ നമ്മളെ യൂട്യൂബിലുള്ള കുറ്റൂശ അന്ന് യൂട്യൂബിലൊക്കെ നമ്മളെ പൊര കാണിച്ചു കൊടുക്കുക. ഒരിക്കലേക്ക് ഇവിടെ വരാൻ പറ്റില്ലല്ലോ, അതിനെക്കൊണ്ട് കാണിച്ചു കൊടുക്കല്ലേ. അപ്പൊ നമ്മളെ ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ഒരു സ്വാഗതം പറയും. പാത്തുമ്മച്ചിക്ക് ആണ്ട് ഞാൻ വിളിച്ചിട്ട് പാത്തുമ്മച്ചി വന്നു. പാത്തുമ്മച്ചി എന്നാ പോയി കിടന്നോളി. അപ്പൊ നമുക്ക് ഇനി വലത് കാല് വെച്ച് അങ്ങോട്ട് കേറാം. അപ്പൊ ഇതാണ് നമ്മളെ കൊലായി. കൊലായിക്ക് കേറുമ്പം ഇടത്തെ ഭാഗത്ത് കുറച്ച് ചെടികൾ, അല്ല വലത്തെ ഭാഗത്ത് കുറച്ച് ചെടികൾ, ഇടത്തെ ഭാഗത്ത് കുറച്ച് ചെടികൾ. എന്റെ പിന്നാമ്പുറത്ത് എന്റെ പിയാപ്പിളെ മഴ പെയ്യുന്നുണ്ട്. പുറത്ത് നല്ല മഴയും കാറ്റും ഉണ്ട്. ഞങ്ങളെ വോയിസ് കേൾക്കുമെന്ന് അറിയില്ല. പിന്നെ ഇവിടെ നമ്മളെ ബെല്ലും ലൈറ്റിന്റെ സ്വിച്ചും, ഇവിടെ മറ്റേ ലൈറ്റ് ചുമരുമത്തെ ലൈറ്റ്, ഇവിടെ ഞങ്ങളെ അട്ടത്തെ ലൈറ്റ്, ഇത് ഞങ്ങളെ ഫാനുള്ള ഹോൾസ്. കൊലായില് എല്ലാരും വരുമ്പോ ആദ്യം കുത്തിരിക്കാനുള്ള കസാല. ഓ, ഇതിന്റെ പുയാപ്പിളിന്റെ സെക്ഷൻ ആണ്, അതാണ് അങ്ങനെ ചോദിക്കുന്നത്. ഇത് നല്ല രസമല്ല, ഇതിന്റെ കളർ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഈ ചെയർ രണ്ട്. ഓക്കെ, ഇനി അടുത്തത് അറിയില്ല. വേരിങ്ങനെ ഷെയ്പ്പാക്കിയുള്ളേ ചെടി ചോദിച്ചു പോയിട്ട് സാഹചര്യത്തിൽ ഞാൻ ചെന്ന് പൈസ കിട്ടിയപ്പോ 65,000 അതുകൊണ്ട് ഞാൻ ആ പരിപാടി കുറച്ച് കാലത്തേക്ക് മാറ്റി വെച്ചു. ഇത് വെറുതെ കിട്ടിയെങ്കിൽ ചിലപ്പോ ആണോ തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. അതെ, ഇവരാണ് പെയിന്റ് അടിച്ച പെയിന്റ് ഒക്കെ കുത്തിക്കുക. ശരി, ഞങ്ങളെ മോഡലാക്കി. 65,000 ചെടി വെക്കാനുള്ള സ്ഥലത്താണ് ഞങ്ങൾ. പക്ഷെ പ്രശ്നമല്ല, നമ്മൾ ഉടനെ തന്നെ വെക്കുന്നതായിരിക്കും. അനിയന്റെ കല്യാണത്തോടനുബന്ധിച്ച് ഞങ്ങൾ വെക്കുന്നതായിരിക്കും. അതിന് അടുത്ത പണി എടുപ്പിക്കുക അനിയന്റെ കല്യാണത്തിന്. ഏട്ടന്റെ കല്യാണത്തിന് ഇതുവരെ എടുപ്പിച്ച് ബാക്കി അനിയന്റെ കല്യാണത്തിന്. ഇത് ഞങ്ങളെ പുതിയ മാറ്റ്, ഇമ്മ വാങ്ങിക്കൊണ്ടുവന്ന മാറ്റ്. ഇതിന് 450 ഉറുപ്പിക. ഇതിൽ ചവിട്ടാൻ നല്ല സുഖ ഉണ്ടാവും. ഇനി നമുക്ക് നേരത്തേക്ക് കയറാം ഗായ്സ്. എന്നെ ഡോറടിച്ചോ എന്നാല്. ഇനി നമുക്ക് ഡോറടിച്ച് സംസാരിക്കാം. പുറത്ത് നല്ല മഴയാണ്. ഞങ്ങൾ പിന്നെയും മൈക്ക് വാങ്ങിയില്ല. എന്റെ പുയ്യാപ്പിള മൈക്ക് വാങ്ങി തരുവാണ് എന്നെ പറ്റിച്ച്. അതുകൊണ്ട് ഞാൻ അതിൽ വലിയ ഡയലോഗ് ഇട്ടിരുന്നു, അടുത്ത വീഡിയോക്ക് ഞാൻ മൈക്കോട് വീഡിയോക്ക് വരാന്ന്. പക്ഷെ എനിക്ക് തന്നില്ല, എന്താക്കാനാ. പക്ഷെ അടുത്ത വീഡിയോക്ക് ഞങ്ങൾ വാങ്ങും അല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ലിവിങ് ഏരിയ ഗായ്സ്. ഇനി പറ, ഇനി എക്സ്പ്ലെയിൻ ചെയ്യേ. ഇനി പറ. ഇതാണ് ഞങ്ങളെ ലിവിങ് ഏരിയ. ഇത് ഞങ്ങളെ ഫാന്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ലിവിങ് റൂം.
പച്ച സോഫ ഉണ്ട്, പിന്നെ പച്ച ചെടി, പച്ച സോഫയും പച്ച ചെടിയും. പച്ച ചെടി എന്റെ പുയ്യാപ്പിളിന്റെ സെലക്ഷൻ. അതും എഗെയിൻ പുയ്യാപ്പിള. ഇവിടെ എല്ലാം എന്റെ പുയ്യാപ്പിളിന്റെ സെലക്ഷൻ ആണ്. ചെറുതായിട്ടൊന്ന് പണിയൊന്നും സംശയം, എന്നാലും കുഴപ്പമില്ല. ഇത് കാണാൻ ഭംഗിയുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു ഷോപ്പില് ഓഫീസിലേക്കൊക്കെ വേണ്ടി സോഫയാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല. പിന്നെ ഇത് നമ്മളെ ഇത് കാണുമ്പോ ഒരു ഷെല്ല് പോലല്ലേ, ബീച്ചിലൊക്കെ ഉള്ള ഷെല്ല്, അതാണ് ഒരു ഉദ്ദേശിച്ചത്. എനിക്ക് മനസ്സിലായില്ല അതൊന്നും എടുക്കുമ്പോ. ഇതാണ് നമ്മളെ ടിവി സെറ്റപ്പ്. കുറച്ച് സൗണ്ട് പറ. പിന്നെ ഇതാണ് നമ്മുടെ ടിവി സെറ്റപ്പ്. ഈ ടിവി പഠിത്തമൊന്നും ആക്കിയില്ല, ഞങ്ങൾ എല്ലാവരും ഫോണിലാണ്. ടിവി ആണ് ആകെ മോൻ വരുമ്പോഴാണ് ടിവി ഇടല്ലേ. ഇവിടെ ചുമ്മാ ഒരു ഭംഗിക്ക് വെച്ച പോലെ. അതെ. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഞങ്ങളെ മറ്റേ ബാക്കി ചാവി, റിമോട്ട്, കാറിന്റെ ചാവി, ബൈക്കിന്റെ ചാവി, ചാർജർ, അങ്ങനത്തെ ഇങ്ങനെ പുറത്തേക്ക് വേഗം പോകുമ്പോ എടുക്കേണ്ട സാധനങ്ങള്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നതാണ് ഈ സ്പേസ്. പിന്നെ ഇതിന്റെ ഗിംബല് വീഡിയോ എടുക്കാണ്ട് എടുത്തിട്ടുണ്ടോ നിമിഷം ചാർജ് ഇല്ല, എന്നെ പറ്റിച്ച്. അപ്പൊ ഞാൻ കൈ പിടിച്ചോണ്ടിരിക്കുന്നു. യെസ്. എന്റെ ചെടിയെ കുറിച്ച് പറ. ഇത് ഒറിജിനൽ ആണോ? അല്ല, ഇത് ഹാൻഡ്മെയ്ഡ്. ഹാൻഡ്മെയ്ഡ് അല്ല പറഞ്ഞിട്ട്, ഇത് ആർട്ടിഫിഷ്യൽ ആണെന്ന് പറയണ്ടേ. പിന്നെ നമ്മളെ ക്ലോക്കിനെ പറ്റി പറയും. ഇത് നമുക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കാണുന്നവരെ എത്തൂ. കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയത് ഈ ക്ലോക്കിന്റെ സമീപം 2:35. ഓ, 2:35 കഴിഞ്ഞ് 36. ഇത് നമുക്ക് ആരെ ഗിഫ്റ്റ് ആണെന്ന് പറ. ഇത് ഞങ്ങളെ ഉമ്മന്റെ ഫ്രണ്ട്സ് തന്നതാ, 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്സ് ആയിരുന്നു. ഇനി അടുത്തത് നമ്മുടെ കേറുമ്പോ തന്നെ വലത്തെ ഭാഗത്ത് സ്റ്റെയർ. ഇതാണ് നമ്മളെ ചെയറോ. ഇതാണ് ഞങ്ങളെ 18ാം പടി അല്ലേ. ഇത് ഫുള്ള് വുഡില് ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷേ അതെ, ഇത് പെയിന്റ് ടൈല്. എന്താ പറഞ്ഞ ടൈലും അതേ പെയിന്റ് അടിച്ചു. അതേ കളറില്. ഓക്കെ അങ്ങനെ. അപ്പൊ ഇതും വുഡല്ല, ഇതും വുഡല്ല. കണ്ട വുഡാന്ന് തോന്നുമെങ്കിൽ ഞങ്ങളെ ഇവിടുത്തെ പണിക്കാരെ കഴിവാണ് അതില്ലേ. യെസ്. പിന്നെ എന്റെ ഓന്റെ കഴിവും ബാക്കി. പിന്നെ ഇതോ, ഇതിങ്ങ് വാങ്ങിയല്ലേ. ഒരു കഴിവേറി തന്നെ നീ. ഡോറ് അടിച്ചെടുത്ത് തുറക്ക്. റെഡി. ലൈറ്റ് ഒക്കെ ഇട്ടൊക്കെ എല്ലോ. ഇതാണ് നമ്മളെ അടിയത്തെ ബെഡ്റൂം. യെസ്, ബെഡ്റൂമിലേക്ക്. അപ്പൊ ഇതാണ് നമ്മളെ പാത്തുമ്മച്ചിന്റെ ബെഡ്റൂം ഗൈസ്. പാത്തുമ്മച്ചിക്ക് പുറത്തേക്ക് നോക്കാൻ ഒരു ജനലുണ്ട്. ജനൽ കാണിച്ചു കൊടുക്ക്. പാത്തുമ്മച്ചി ആടാണ് ചിക്കി ഇടല്, കണ്ടോ, മുണ്ട് ചിക്കിട്ട്. പിന്നെ ഇതാണ് പാത്തുമ്മച്ചിക്ക് 3 അളവുള്ള അലമാറി. ഇത് പിന്നെ മരുന്ന് സാധനങ്ങൾ തോന്നി. ആ ജഗ്ഗിൽ എന്താണെന്നറിയോ, പാത്തുമ്മച്ചിനകത്ത് നമ്മൾ ജഗ്ഗ് കാണുമ്പോ നമ്മൾ വിചാരിക്കും എന്താണ്. അല്ല, അതില് പാത്തുമ്മച്ചിന്റെ ഗുളികാണ് ഗൈസ്. പിന്നെ പൊതുവെ ഇവിടെ പാൽപ്പൊടിയും ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. പാൽപ്പൊടി, പാർലേജൊക്കെ ഉണ്ടാവുക. അതിലല്ല ഉണ്ടാവുക, സൈഡ് ടേബിളിലാ ഉണ്ടാവുക. കണ്ടോ, പാത്തുമ്മച്ചിന്റെ പാർലേജ് പാൽപ്പൊടി ഉണ്ടാവേണ്ടിയാണ്. പിന്നെ പാത്തുമ്മച്ചിന്റെ കോളാമ്പി, വെറ്റില ഇട്ടേക്കുന്ന പാത്രവും, പിന്നെ ഞങ്ങൾ അയൺ ബോക്സും ഇതും. പാത്തുമ്മച്ചിന്റെ ബാത്റൂം. അതെ, നമുക്ക് ഈ റൂമിന്റെ തുറന്ന് കാണിക്കണേ കുഴപ്പമൊന്നുമില്ല. ഇന്ന് തേച്ചേക്കിട്ടതാ, മുകളിലത്തെ ഞാൻ തേച്ചേക്ക് ഇവിടുത്തമ്മേ. അപ്പൊ ഇതാണ് നമ്മളെ താഴത്തെ ബാത്റൂം ഗൈസ്. ഇതാണ് നമ്മളെ ബാത്റൂം. ഫാനൊക്കെ ഉണ്ട് ബാത്റൂമിൽ. അതെ, പാത്തുമ്മച്ചിക്ക് നല്ല കാറ്റ് കൊണ്ട് പോകാൻ വേണ്ടിട്ടാ. അപ്പൊ ഇതാണ് നമ്മളെ ഒരു ആദ്യത്തെ റൂം. ഓക്കെ, ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. എന്താ പ്ലാന്? ഇൻവെർട്ടറാ.
അല്ലെ പ്ലാനൊന്നും പ്രത്യേകിച്ച് എന്തുകൊണ്ട് സൂക്ഷിക്കും അതിനെന്തൊക്കെ സൂക്ഷിച്ചെന്ന് വേണമെങ്കിൽ നിലവിൽ ഷൂ ചെരുപ്പ് പഴയ മോന്റെ സൈക്കിള് അങ്ങനത്തെ എല്ലാ അൽപ്പിന്റെ സാധനങ്ങളും വർക്കിന് ശേഷം അതായത് പെയിന്റ് ഉണ്ട് എന്തൊക്കെ ഉണ്ട് അങ്ങനത്തെ സാധനങ്ങൾ കയ്യിലാണ്. ഇനി നമുക്ക് ഇങ്ങനെ നേരെ പോകുമ്പോ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ, ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലം. ഈ ടേബിളും ഇതൊക്കെ ഞാൻ സെലക്ട് ചെയ്തു. അത് ഞാൻ സെലക്ട് ചെയ്യാത്തൊന്നുമില്ല. ഇതിങ്ങി നമ്മളെ കല്യാണത്തിന് തലേന്നല്ലേ വാങ്ങിയേ? ഇത് എനിക്ക് സോഫിനായിട്ട് ഇഷ്ടമല്ല. എനിക്കും സോഫ പോലെ സോഫ ഭംഗിയുണ്ട്, ബട്ട് ഞാൻ പറഞ്ഞില്ലേ മാറ്റില്ല. ഞാൻ പണ്ടൊക്കെ ഒരു കേൾക്കലുണ്ടാവും. പോലെ നമുക്ക് മറ്റേ നോയിസ് ക്യാൻസലേഷൻ കൊടുക്കാം. അപ്പൊ ഇതാണ് ഞങ്ങൾ ഒരു 6 ആൾക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സ്പേസ് അല്ലേ? ഞങ്ങൾ രണ്ടാളും കൂടി പോയി സെലക്ട് ചെയ്താ ഇല്ല. ഓക്കെ, ഇത് ഞങ്ങൾ രണ്ടാളും കൂടി പോയി സെലക്ട് ചെയ്തതാണ് അല്ലേ? പിന്നെ പിന്നെ ഈ 2 ബോക്സ് ഞങ്ങൾക്ക് അതായത് സ്റ്റെയറിന്റെ അവിടെ ഒരു ലൈറ്റ് വെക്കാണ്ട്, പിന്നെ ഞങ്ങളുടെ ബെഡ്റൂമില് ഒരു ഹാങ്ങിങ് ലൈറ്റ് വെക്കാണ്ട്. അത് 2 പണിക്കാരൻ വന്നില്ല. അതുപോലെ തന്നെ പണിക്കാരൻ വരാത്തോണ്ട് ചെയ്യാത്ത വേറൊരു സംഭവമാണ് മിറർ വെക്കണം. യെസ്, അതൊക്കെ വാരെടുത്ത് പുറത്തേക്ക് ഇട്ടേച്ചത്. ഇതൊക്കെ ആ ഫ്ലോറിൽ ചെയ്തോണം, അല്ലെങ്കിൽ പണിക്കാരും വരില്ല, നമ്മൾ ചെയ്യാൻ മൂഡും ഉണ്ടാവില്ല. വാഷിംഗ് ഏരിയ ഇവിടെ നിന്നാണ് നമ്മള് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകുക. എവിടെ വെള്ളം പറഞ്ഞ അൻവാശാണോ നോക്കട്ടെ. ഞാൻ ആണോ? പൈപ്പിൽ നിന്ന് അത്യാവശ്യം വെള്ളം വരുന്നുണ്ട്. പിന്നെ ഇതിന് പുറമെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മോട്ടർ വെള്ളം ചളി 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 രസല്ല രസല്ല രസല്ല. ഹോട്ടലൊക്കെ വെള്ളം ഇങ്ങനെ പറഞ്ഞാന്ന് തോന്നുന്നുണ്ടല്ലോ. പിന്നെ ഡോർ അടിച്ചത് തുറന്ന് കാണിക്കുന്നത്. ഇതാണ് നമ്മളെ ഇതിന്റെ ഡോർ കാണിച്ചത്. ഇതിന്റെ ഡോർ ഞാൻ സെലക്ട് ചെയ്താട്ടോ. ഓക്കെ, ഇവിടെ ഇനി സെലക്ട് ചെയ്യാതെ എന്താണല്ലോ ഇന്ന വരെ ഇനി ഞാൻ സെലക്ട് ചെയ്തത്. പിന്നെ എന്ത് ഇത് പറയാനായിട്ട് അധികം ഇവിടെ ഞാൻ സെലക്ട് ചെയ്യാത്താണ്. എന്റെ അമ്മാന്റെ വലിയ കരപരക്കന്നെയാണ് മുന്നുണ്ടായത്. പിന്നെ നമുക്ക് നേരെ കിച്ചണിലേക്ക് കയറാം. ഫ്രിഡ്ജ് ഇതും ഞാൻ സെലക്ട് ചെയ്താണെന്ന് പറയുന്ന ആവശ്യമല്ല. ഞാനോട് ഇല്ല സെലക്ട് ചെയ്യാൻ വന്നപ്പോ. ഇത് തുറന്ന് കാണിക്കാൻ ഐസ്ക്രീമാ അതൊക്കെ. ഇതെന്താ ബ്രഷോ? അതാരും ഉണ്ടച്ചാ? ഐശു ആയിരിക്കും. അത് ഐശു ഉണ്ടായിരിക്കും ചെലപ്പോ. അടിയിലും കാര്യമായിട്ട് പറയത്തക്ക വണ്ണ സാധനങ്ങളൊന്നുമില്ല. മൗണ്ടൻ ഡ്യൂ പിടിച്ചിട്ട് വെള്ളം നശിച്ച കുപ്പി. പിന്നെ അതിന്റെ അപ്പുറത്ത് ഞങ്ങൾ തേങ്ങ ഒളിക്കുന്ന പാര. രാത്രി കള്ളന്മാര് കയറി എടുത്ത് കുത്താൻ വേണ്ടി സേഫ്റ്റി കൊണ്ടച്ച. അതെ, അതുപോലെ എന്റെ കുടുംബത്തില് പുതുക്കം കഴിഞ്ഞ്, അതായത് ഹാളിൽ നിന്ന് പരിപാടി ആയതുകൊണ്ട് പുതുക്കം വന്ന് അടുക്കള കാണാൻ പറ്റാത്തവർക്ക് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. അമ്മച്ചിമാരും മേമമാരും മൂത്തമാരൊക്കെ അടുക്കള കാണാൻ വരൂലേ? അപ്പൊ അടുക്കള കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. അടുക്കള കാണൽ ചടങ്ങാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. എന്റെ പുയ്യാപ്പിളങ്ങൾക്ക് വേണ്ടി നമ്മൾ അടുക്കളയും കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, പറ. ഫ്രിഡ്ജ് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ജനല്, നമുക്ക് ആവശ്യാനുസരണം പൊക്കാൻ താത്താം വീണ്ടും പൊക്കാൻ താത്താം. പിന്നെ ഇതാണ് നമ്മള് പൊട്ടിവെക്കുന്ന സാധനം. ഇതവിടെ മൂന്നെണ്ണം ഒന്ന് ഇവിടെ പൊട്ടിച്ചു. ഞങ്ങൾ ഇന്നലെ മറ്റേ ജ്യൂസി ക്വസ്റ്റ്യൻ ഗെയിം കളിച്ചപ്പോ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് കൊണ്ടുപോയതേനും അത് പൊട്ടി. ലാസ്റ്റ് ചവിട്ടി പോയി. പക്ഷെ നമ്മളെ ഒരു പ്രശ്നമില്ല. സുലേഖാണെങ്കിൽ ഇന്നെ അരിക്കേനും. ആ പാത്തുമ്മച്ചിന്റെ പാൽപ്പൊടി ഇട്ട് വെക്കുന്ന അതിലും പാത്തുമ്മച്ചി പാൽപ്പൊടി ഇട്ട് വെക്കല്. പിന്നെ ഞങ്ങള് ഫ്ലാസ്ക് പാത്തുമ്മച്ചിക്ക് എപ്പോഴും ചായ കുടിക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഫ്ലാസ്കിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ ഈസി കുക്ക് ഗ്യാസിന് വില കൂടിയപ്പം ഞങ്ങൾ വാങ്ങിയതാണ്. പിന്നെ മറ്റേ റൈസ് കുക്കർ, പിന്നെ സ്റ്റൗ.
ഗ്യാസും കുറ്റി. ഈ ഗ്യാസും കുറ്റി നമുക്ക് വീടിന്റെ പുറത്തേക്ക് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. പണിക്കാരെ വിളിക്കാത്തതും പിന്നെ നമ്മളതില് തിരക്ക് കൊണ്ടും പോയതുമായ കാരണം കൊണ്ട് ഇപ്പോഴും ഗ്യാസും കുറ്റി ഇവിടെ തന്നെ കിടക്കുന്നു. ഇനി ഗ്യാസും കുറ്റി ഇവിടേക്ക് വെച്ചിട്ട് സ്റ്റൗ ഇവിടേക്ക് വെച്ചിട്ട് ഇവിടെ മറ്റേ ചിമ്മിണിയോ എന്തായി പറയാ ആ സാധനം ചെയ്യണം. ഇവിടെ നമുക്ക് അടുത്ത പാത്രം ഇതൊക്കെ വെക്കാൻ അതിന്റെ മുകളിലൊക്കെ പാത്രം, പ്ലേറ്റ്, പിന്നെ മുകളില് ചെമ്പ്, അങ്ങനെ തന്നെ വലിയ ചെമ്പ്. അതിനപ്പുറത്തല്ലോ ചെമ്പ് കാണിക്ക്, വലിയൊരു ചെമ്പുണ്ട്. അത് പെരുന്നാള് പായസം വെക്കാനുള്ള വേസ്റ്റ് ബാസ്കറ്റ്. നമ്മളെ പിന്നെ ഇത് നമ്മളെ ലോണ്ടറി ഏരിയ. ഇതാണ് നമ്മുടെ ലോണ്ടറി ഏരിയ. വാഷിംഗ് മെഷീൻ. ഇവിടാണ് നമ്മൾ വസ്ത്രങ്ങൾ അലക്കാൻ യൂസ് ചെയ്യുന്നത്. അലക്കാനും ഉണക്കാനും. അതെ. പിന്നെ ഇപ്പുറത്ത് ഇത് ഉണങ്ങിയോന്നൊക്കെ നോക്കി ഇരിക്കാൻ വേണ്ടി നമുക്ക് ഒരു ചെയർ ഉണ്ട്. അതെ, ഞങ്ങൾ റിച്ച് ആണ്. പിന്നെ ഞങ്ങൾ പണിയെടുക്കുമ്പോ കാണാൻ രസമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇവിടെ ഒരു മിറർ വെച്ചിരിക്കുന്നത് അല്ലേ. പിന്നെ ഞങ്ങൾ കണക്കിലധികം വരുന്ന മുണ്ടുകൾ ഇവിടാണ് വെക്കാണ്ടോ. ഇവിടെ ഫുള്ള് മുണ്ട് ചിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു സ്റ്റൂളുണ്ട്. അതെ, ഇവിടെ നമുക്ക് ലൈറ്റ് ഓഫ് ആക്കാം. അടിയിൽ ഇത് കാണുന്നത് ഒരു കിച്ചൺ ഉണ്ട്, ഒരു ലിവിംഗ് ഏരിയ, ഒരു ഡൈനിങ് ഏരിയ, ഒരു ബെഡ്റൂം. ഇതാണ് നമ്മളെ അടിയിലുള്ളത്. യെസ്, ഇനി നമുക്ക് നേരെ മേലോട്ട് പോവാം ഗായ്സ്. പാത്തുമ്മച്ചി നമ്മളെ കണ്ട് പേടിച്ച് ഓടുക. പാത്തുമ്മച്ചി അടിയിലാട്ടെ, ഞാൻ തുറന്നുതരാം. എന്താ ഓക്കെ, പാത്തുമ്മച്ചി പോയി. ഇനി നമുക്ക് നമ്മളെ 18ാം പടി കയറാം. അത് ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ല. അതെ അതെ, അവിടെ വെച്ച ഒരു ലൈറ്റ് ഇതാ ഇവിടെ കൊടുക്കുന്ന ലൈറ്റ് അതിന് പോലും വരാത്തോണ്ട് അവിടെ ലൈറ്റ് ഇല്ലാത്ത. നടുവിലാകോ അല്ല വരാന്ത. നമ്മളെ ടവല് ഇവിടെ ചിക്കിട്ടിക്കണ് ഗായ്സ്. മഴ ആയത് കാരണം ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ടായിന്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടൊക്കെ മടക്കി വെച്ചാണ്. യെസ്, ഫസ്റ്റ് അല്ല, ഇതാണ് ലാസ്റ്റത്തെ ബെഡ്റൂം ശരിക്കും പറഞ്ഞാല്. ഇവിടെ നമുക്ക് നേരെ കയറുമ്പോൾ തന്നെ ഒരു കട്ടില് കാണാം. സെയിം ആസ് മൈൻ. എന്റെ കട്ടില് പോലെ തന്നെ ഇവൻ എന്നെ കോപ്പി അടിച്ചതാ. ഓക്കെ, ഇവിടേക്ക് വരുമ്പോ ഒരു വിഷമം വേണ്ട വിചാരിച്ചിട്ട് മാറി നിന്ന പോലെ ഒരു ഫീല് കിട്ടണ്ട. സെയിം. ഇത് തുറക്കണ്ട, ഓർഗനൈസ് ചെയ്തതൊക്കെ തിരിച്ച് അൽക്കുലത്തായത്. ഓ, മാൻ ഓഫ് ദി മാച്ച്. ഇത് ഫുള്ള് നിറയ്ക്കണം എന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ വേറെ നല്ല കളിക്കാൻ എനിക്ക് സമ്മതിക്കും. ഇതില് വെള്ള ഡ്രസ് ഫുള്ള് അതിൽ കുറച്ചേ ഉള്ളൂ. അതിന്റെ ഡ്രസ്സു ഈ കണ്ണ. പിന്നെ ഇപ്പുറത്തൊരു സൈഡ് ടേബിൾ ഉണ്ട്. ഇത് നമുക്ക് കുറച്ച് സൗണ്ട് പറ. ഇവിടേക്ക് ലൈറ്റ് കിട്ടുന്നില്ല, അന്നെ ഡാർക്ക് അടിയുന്നു. അടിക്കാതെ ഒരു ലൈറ്റ് ഓഫ് ആക്കിയോട്ടെ. ഡാർക്ക് അടിയുന്നു കേട്ടോ, ഫേസ് ഒന്നും കാണില്ല. ഓക്കെ, പറ. നമുക്ക് രാത്രി കുടിക്കാനുള്ള വെള്ളം. അതെ, പിന്നെ ഇവിടെ നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്ന സ്ഥലം. പിന്നെ ഇന്റെ പോലത്തെ വെസ്റ്റ് ബാസ്കറ്റ് ഓൻ ഇവിടെയും വാങ്ങി കണ്ടോ. പിന്നെ ലോണ്ടറി ബാഗും ഇന്റെ പോലത്തെ വാങ്ങി. രണ്ട് ഇത് കാണിക്ക്, സൈഡ് ടേബിൾ ഓപ്പൺ ചെയ്ത് കാണിക്ക്. വെറുതെ അതിൽ എന്തൊക്കെ നമ്മൾ വെക്കലെന്ന് കാണാൻ. പിന്നെ ഇതാണ് നമ്മളെ റൂമത്തെ ബാത്റൂം. യെസ് ഗൈസ്, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ഇത് നമ്മളെ ബാൽക്കണി. മഴ പെയ്ത് ചോർന്നതേ ഉള്ളൂ. ഇവിടെയൊക്കെ കുട്ടിന് ചായ ഒക്കെ കുടിച്ച് നമുക്ക് വ്യൂ ആസ്വദിക്കാം. അതാണ് അടിപൊളി വ്യൂ കളർ. യെസ്, ഇത് ഞങ്ങളെ വ്യൂ അല്ല, 4ാം വളവും ചുരമാണ്. ഇത് 9ാം വളവ്. ഇത് 9ാ? ഓക്കെ,
ആ കാണുന്നതാണ് 9ാം വളവ് ഗായ്സ്. പിന്നെ അങ്ങോട്ട് മഴ പെയ്ത അല്ലെങ്കിൽ ഞാൻ നേരത്തെ എടുത്ത വീഡിയോ ഇട്ടെടുക്കാം. ഇത് എന്നെ ഫോളോ ചെയ്യുന്നേ തീർന്നില്ല എന്താ എനിക്ക് ഇന്ന് ഒരു അതിയായ സന്തോഷം മുഖത്തേങ്ങളെ കാണുന്നുണ്ടോ? അതിന്റെ റീസൺ എന്താ അറിയോ? ഞാൻ ഇന്ന് പൊരേ പോവുക. എനിക്ക് കുറച്ച് ദിവസം ഒരാഴ്ച എനിക്ക് സമാധാനമുള്ള ആ എന്താ സുഖിച്ചില്ലേ? ഏത് ഞങ്ങോട്ട് നല്ല വ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഏത് അതെനിക്കോ ഇതാണ് ഞങ്ങളെ വാഴ കൃഷി. ഞങ്ങളല്ല അപ്പുറത്തെ ചേട്ടന്റെ രാജപേട്ടൻ കേക്കണ്ട. ഇത് രാജപേട്ടന്റെ വാഴ കൃഷി. തെങ്ങുന്തോപ്പടാ. ആ ഓക്കെ. പിന്നെ ചേമ്പ്, ചേന, മഞ്ഞള്, മുരിങ്ങ തുടങ്ങിയ പലചരക്ക് അല്ല മീൻസ് പിന്നെ പഴം അല്ല കപ്പ ഉണ്ട്. അതാണ് താത്തന്റെ പുര. തല ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ തല. ഓ പിന്നെ അതാണ് ഞങ്ങളങ്ങാടി തൊട്ടടുത്താണ് ഗൈസ് ഞങ്ങളെ വീട്. ഇവിടുന്ന് എടുത്ത് ചാടിയാല് ഏത് അതാ പൂച്ച. ഈ പൂച്ചനെ കണ്ടിട്ട് കൊറേ ആയല്ലോ. ഇതാണ് ഞങ്ങൾ അന്ന് കാണിച്ചത് വയസ്സം പൂച്ച. പിന്നെ നസീബിന്റെ അടുത്തെ ഒൽക്ക. ഓ അതിന്റെ അടുത്ത ചാമ്പക്ക, നല്ല ചോന്ന ചാമ്പക്ക ഉണ്ട്. ഞങ്ങൾ പറിക്കാം. അയ്യോ നോക്ക് നല്ല പൈത്തത്. താത്തടല്ല ക്യാമറമാൻ പിന്നാലെ വന്നു. നേരത്തെ പറ്റില്ല, മഴന്റെ ശേഷമുള്ള മുന്നേ ഉള്ളൂ കാണിച്ചു തരാം ഞങ്ങള്. നേരത്തെ ഞാൻ പറഞ്ഞു മഴ പെയ്യുമ്പോ നല്ല രസമാണെന്ന്. അപ്പൊ അതുകൂടി ഇടാൽ നമ്മളെ വണ്ടി കിടന്ന് മഴ കൊള്ളുന്നു ഗായ്സ്. അപ്പുറത്തുനിന്ന് മഴ കൊള്ളുന്നു. ഇതാണ് ബാൽക്കണി ഏരിയ. ഇവിടുന്ന് മഴ പെയ്താ ടാസ്ക്. പക്ഷെ ഇവിടെ കുത്തിരിക്കാം നമുക്ക് അല്ലേ? ഇവിടെ ഞങ്ങൾ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇരിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ കഥ പറഞ്ഞിരിക്കാനുള്ളൊരു സമയം ഞങ്ങൾക്ക് കിട്ടിയില്ല അല്ലേ? അപ്പൊ ഇതാണ് നമ്മളെ റൂം. നമുക്ക് ബാൽക്കണി ക്ലോസ് ചെയ്യാം. അടുത്ത റൂം രണ്ടാമത്തെ റൂം. ഇത് നമ്മള് സെറ്റപ്പ് ചെയ്തില്ല സംഭവം. ഇത് നമ്മൾ മുത്തുവിന്റെ കല്യാണത്തിന്റെ അടുത്ത പണി തുടങ്ങുമ്പോഴാണ് ഇനി ഞങ്ങൾ വർക്ക് എടുപ്പിക്കാം. റെഡി? അപ്പൊ നമുക്ക് അടുത്ത റൂമിലേക്ക് കയറാം. ഇതാണ് നമ്മളെ പഴയ സ്ഥലങ്ങളൊക്കെ എടുത്തു വെക്കാൻ യൂസ് ചെയ്യുന്ന റൂം. ഇതിന്റെ പണി നിർത്തിയില്ല. അപ്പം തൽക്കാലം ആരും എടുക്കലൊന്നുമില്ല. അപ്പം ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുപോയി വെക്കല്. പിന്നെ ഇത് നമ്മളെ റൂമിന്റെ ബേ വിൻഡോ നരീന പറയാ. ഇങ്ങനെ ഇരുന്ന് ഇതാക്കണേ ബേ വിൻഡോ. ഇവിടെ കുത്തിയിരുന്നിട്ട് ഇത് മഴയൊക്കെ ഉള്ളപ്പോ ആസ്വദിക്കാൻ ചായ ഒക്കെ കുടിച്ച് മഴയൊക്കെ പെയ്യുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കാം. ഇതുവരെ ഒരു മനുഷ്യൻ തുറന്നു നോക്കാത്ത ബാത്റൂമാണ്. യൂസ് ചെയ്തിട്ടുള്ള സംശയം എനിക്ക്. സംശയം വേണ്ട. അപ്പൊ ഞാൻ കഴിയിട്ടതാ പൊട്ടിച്ചതില്ലേ. എനിക്കെന്തോ സൂപ്പർ പവർ. അവന്റെ കയ്യിൽ എന്ത് തൊട്ടാലോ പൊട്ടും. എന്നിട്ട് ഇവൻ പറയും ഞാൻ മെല്ലാക്കിട്ടല്ലോ. അതിനോട് കൂടുതൽ വീഡിയോ എടുക്കല് ഈ റൂം എന്നാണ് ഗായ്സ്. ഓനക്ക് ഹോം അലർജിക്കാ. ഓന് ഓൻ ഒരു ദിവസം നിൽക്കൂ, അടുത്ത ദിവസം പോവും. പിന്നെ ഞങ്ങളൊക്കെ ഒന്ന് കാണാൻ ഒരു ദിവസത്തേക്ക് വരൂ, പിറ്റേന്ന് പോവും. പിന്നെ അടുത്ത ഈ റൂമത്തെ ബാൽക്കണിയാണോ? വലിയ വ്യൂ ഇല്ല, കാരണം ഈ വീടിന്റെ അടുക്കള അതുപോലെ കൊക്കന്മാരൊക്കെ കാണാം. ഓക്കെ, ഇവിടെ നമ്മളെ ഐഷൂട്ടിന്റെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട് ഗായ്സ്. അതേ വന്നു നമുക്ക് വൈകുന്നേര സമയത്ത് ചായ കുടിക്കാൻ ഏകദേശം ഒരു വൈബൊക്കെയുള്ള സ്ഥലമാണ്. അതെ. പിന്നെ ഇതാണ് ഞങ്ങൾ എപ്പോഴും വീഡിയോ എടുക്കുന്നത് ഞങ്ങളുടെ മിറർ. പിന്നെ അതിന്റെ മുന്നിൽ ഒരു സ്റ്റൂളും ഉണ്ട്. പിന്നെ ഇത് ഇവന്റെ അലമാര.
അതിന്റെ മുകളിൽ ഓന്റെ ട്രോളി കാണാം. ഇത് ഇവിടുത്തെ വേറൊരു വിൻഡോ. അതെ, നല്ല വെളിച്ചം കിട്ടും അത് പൊക്കി കഴിഞ്ഞാൽ. ആടുന്ന് വരുന്ന വെളിച്ചത്തിലാണ് ഞങ്ങള് ഇവിടെ കുത്തിയിരുന്ന് വീഡിയോ എടുക്കാറ് അല്ലേ. പിന്നെ അവിടെ ഒരു സൈഡ് ടേബിൾ ഉണ്ട്. അതിലെന്താ ഉള്ളേ സൈഡ് ടേബിളില്? അതിൽ കുറച്ച് ചാർജർ, ബ്രഷ്, മക്കളുടെ. അപ്പം അതാണ് നമ്മളെ ഈ റൂമിന്റെ അവസ്ഥ. യെസ്, അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഹോം ടൂർ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കല്ലേ. വീട്ടിലേക്കുള്ള ടൂർ അവസാനിക്കുന്ന ആർക്കും പ്രത്യേക ചാർജുകളൊന്നുമില്ല, എക്സ്പെൻസ് ഇല്ല, എല്ലാം ഫ്രീ ആണ്. ബട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും ഇതൊക്കെ കമന്റ് ചെയ്യല്ലേ. ഞങ്ങൾ അടുത്ത പണിയെടുപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കാം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഇതെന്താണ്? ഇതിന്റെ ഓൺ സെലക്ട് ചെയ്തതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്താണ്? പിന്നെ അങ്ങോട്ട് ഡാർക്ക് അടിയും നോക്കട്ടെ. അപ്പം ഈ വീടിന്റെ ഏത് പോർഷനാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് കമന്റ് ചെയ്യാം. എനിക്ക് ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണ്. ടേബിൾ ഇഷ്ടമാണ്, സ്റ്റെയറും ടേബിളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു വുഡിന്റെ ഇതും ഈ ഒരു കോമ്പിനേഷൻ, പിന്നെ ഫ്രണ്ടിലുള്ള ചെയറിന്റെ ഒരു കളറ്. അങ്ങനെ നമ്മുടെ ഹോം ടൂർ ഇവിടെ അവസാനിക്കുന്നു ഗായ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ പറമി. ഓക്കെ, ബൈ.